പിണറായി വിജയൻ ജയിലിൽ കിടക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന് കെ സുധാകരൻ എം പി. ലൈഫ് മിഷൻ കേസിൽ ശിവശങ്കർ അകത്തുപോയെങ്കിൽ പിണറായി വിജയനും ജയിലിൽ കിടക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. സമരാഗ്നി വേദിയിലായിരുന്നു വിമർശനം. പ്രവർത്തകരെ ആവേശത്തിലാക്കി എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച സമരാഗ്നി ഇന്നും ജില്ലയിൽ തുടരും. ഫെബ്രുവരി 9 ആരംഭിച്ച സമരാഗ്നി പ്രക്ഷോഭയാത്ര 10 ദിവസം പിന്നിട്ടാണ് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചത്. ആലുവയിൽ നടന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള സ്വീകരണം. സമരം നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും KPCC പ്രസിഡന്റ് കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചു. ഈ രാജ്യത്തെ വർഗീയതയെ കുഴിച്ചു മൂടാനുള്ള നമ്മുടെ പോരാട്ടമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ചോരയിൽ എഴുതി വെച്ച വാക്കുകളാണ് മതേതരത്വമെന്നും ജനാധിപത്യമെന്നും. ആ വാക്കുകളെ, അതിൻ്റെ ആശയത്തെ, ഇന്ത്യ എന്നുള്ള ആശയത്തെ നിലനിർത്താൻ നമുക്കല്ലാതെ ആർക്ക് കഴിയും? നമ്മളാണത് ചെയ്യേണ്ടത്. ആ ചരിത്ര ദൗത്യം ഏറ്റെടുക്കുക. നരേന്ദ്രമോദിക്ക് പോലും പിണറായി വിജയന്റെ ഈ പച്ചയായ ധിക്കാരം അദ്ദേഹത്തിന് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. അദ്ദേഹവും ഒരു ഏകാധിപതിയാണ്. ആ ഏകാധിപതിക്ക് പോലും കാണാത്ത ധിക്കാരത്തിന്റെ പ്രതീകമാണ് പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യമാണ് നമ്മുടെ ലക്ഷ്യം. സ്നേഹത്തിന്റെ തൂലികയും മനുഷ്യ മനസ്സിനെ കോർത്തിണക്കണം എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. മറൈൻ ഡ്രൈവിൽ നടന്ന പൊതുസമ്മേളനം തെലങ്കാന ഉപമുഖ്യമന്ത്രി മല്ലു ഭാട്ടി വിക്രമാർക്ക ഉദ്ഘാടനം ചെയ്തു. കർണാടക ഊർജ്ജ വകുപ്പ് മന്ത്രി KJ ജോർജ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നാളെ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കെ സുധാകരനും വി ഡി സതീശനും കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് മൂവാറ്റുപുഴയിൽ ജില്ലയിലെ അവസാന പൊതുസമ്മേളനം നടക്കും. പിന്നീട് സമരാഗ്നി പ്രക്ഷോഭയാത്ര ഇടുക്കി ജില്ലയിലേക്ക് കടക്കും. മീഡിയ 1 കൊച്ചി.